الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, സൂറത്തു അൽ ഖാരിയ അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. സൂറത്തു അൽ ഖാരിയ ആദ്യമായി നമുക്കൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. القارعة ما القارعة. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ടത് റാക്ക് കെസ്റാണ്. കെസ്റാകുമ്പോൾ തർഖീഖ് ചെയ്യും, രാ എന്ന ശബ്ദത്തിലാണ് പാരായണം ചെയ്യുക. അതുപോലെ തന്നെ അവസാനം താ ഉൽ മർബൂത്ത, അവസാനത്തെ താ കണ്ടില്ലേ, താ എന്താണ്? മർബൂത്തായ തായാണ്. അപ്പോ ഈ താ വന്നാല് അവിടെ നിർത്തുമ്പോ ഹ എന്നുള്ള ശബ്ദമാണ് വരിക. അൽ ഖാരിഅതു എന്ന് നമ്മൾ ആരും ഓതുന്നില്ലല്ലോ, നമ്മൾ എന്താ ഓതുന്നത്? അൽ ഖാരിഅ. മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه അവിടെ ഫഅമ്മാമൻ നൂനിന് ശേഷം സാ വന്ന് അവിടെ എന്താ ചെയ്യേണ്ടത്? നിയമം എന്താണ്? ഇഖ്ഫാ ചെയ്യണം. നമ്മൾ പറഞ്ഞ് ഇൽഹാറിന്റെയും ഇദ്ഗാമിന്റെയും ഇഖ്ലാബിന്റെ അക്ഷരം നമുക്ക് ഹിഫ്ള് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 6, 6, 1 അത്രയോ കുറച്ച് അക്ഷരങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇഖ്ഫാ ആണ്. അത് ഗോപ്യമാക്കിയിട്ട് സാ നമ്മുടെ നൂനിലേക്ക് മറിച്ചുച്ചരിക്കും. അത് എങ്ങനെയാണ്? ഫഅമ്മാമൻ ثقلت موازينه അത് നൂന് ഫുള്ളാക്കാണ്ട് സാന്റെ മഖ്റജിലേക്ക് പോകണം. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه ഇവിടെ മന്നിന് ശേഷം എന്തുകൊണ്ട് അവിടെ മണിച്ചിട്ടില്ല? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് അമ്മാ മൻ ഖഫത്ത് എന്ന് പറഞ്ഞിട്ടില്ല? അതെ, എന്താണ്? ഖാ വന്നുണ്ട്. ഖാ വന്നാൽ ഇബ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. അതെ, വ്യക്തമാക്കണം. وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. നമ്മൾ ഈ പഠിക്കുന്ന നിയമങ്ങൾ കുറച്ചേ ഉള്ളൂ. തജ്വീദിന്റെ നിയമങ്ങൾ വളരെ എളുപ്പമാണ്. കുറച്ച് മജ്‌ലിസ് കൊണ്ട് പഠിക്കാൻ പറ്റിയ നിയമങ്ങളാണ് തജ്വീദിന്റെ നിയമങ്ങൾ. ഇതെന്ത് ചെയ്യാം? നമ്മൾ നല്ലോണം ദബ്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിച്ച് നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓതുമ്പോൾ അത് ശരിയാണോ എന്ന രൂപത്തിലും കൂടി നമ്മളത് മനസ്സിലാക്കാം. ബറകല്ലാഹു ഫീക്കും. ഇനി ഇതിന്റെ ചെറിയ രൂപത്തിൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. സൂറത്തു അൽ ഖാരിഅ
മക്കിയായ സൂറത്താണ് അൽ ഖാരിയ. നമ്മൾ പറഞ്ഞ ചെറിയ സൂറത്തിൽ അധികവും മക്കിയായ സൂറത്ത് തന്നെയാണ്. കാരണം ഇതിലെ അൽഫാദുകൾ, ഇതിലെ വാക്കുകൾ വളരെ ചെറിയ കുറച്ച് മാത്രമുള്ള വാക്കുകളാണ്. പക്ഷെ എന്നാൽ അതിന്റെ അർത്ഥം നല്ല വമ്പിച്ച, നല്ല അങ്ങേയറ്റം മനസ്സിൽ കൊള്ളുന്ന അർത്ഥങ്ങളുള്ള ആയത്തുകളാണ് ഇതിലെ ഓരോ ആയത്തുകളും. ഈ സൂറത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ആ ദിവസം ഉണ്ടാകുന്ന ഭയാനകര കാര്യങ്ങളൊക്കെയാണ് ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ആദ്യത്തെ ആയത്ത്? അൽ ഖാരിയ. ഖാരിയ മുട്ടി അലക്കുന്നത് എന്നാണ് അർത്ഥം. ഖറഅ എന്ന് പറഞ്ഞാൽ വാക്കിൽ മുട്ടുക എന്നുള്ള അർത്ഥം. മുട്ടുക. അതിപ്പോ നമുക്കറിയാം, ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അബ്ദു ഇദാ വുദിഅ ഫീ ഖബ്രിഹി വതവല്ല വദഹബ അസ്ഹാബുഹു ഹത്താ ഇന്നഹു ലയസ്മഉ ഖറഅ നിആലിഹിം. ഒരാൾ ഖബറിൽ വെക്കപ്പെട്ടാൽ അങ്ങനെ മയ്യിത്ത് മറമാടിയതിനു ശേഷം ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോകുമ്പോൾ മയ്യിത്ത് ഖറഉ നിആൽ കേൾക്കും, അതായത് ചെരുപ്പിന്റെ വാറടി ശബ്ദം കേൾക്കുന്നതാണ് എന്നൊരു ഹദീസിൽ കാണാം. അവിടെ ഉപയോഗിച്ച വാക്ക് ഈ ശബ്ദമാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ചെരുപ്പ് അത് മരം കൊണ്ടായിരിക്കും, അപ്പോൾ അതിന്റെ ശബ്ദം നല്ല രൂപത്തിലായിരിക്കും. അതുപോലുള്ള ശബ്ദം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അൽ ഖാരിഅ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തുടങ്ങുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാളിന് കുറേ പേരുകളുണ്ട്. അതിൽപ്പെട്ടൊരു പേരാണ് അൽ ഖാരിഅ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതിൽ കുറേ പേരുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ധാരാളം നാമങ്ങളുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം നാമങ്ങളുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച സൂറത്തു അൽ ഫാത്തിഹ, അതിന് ധാരാളം നാമങ്ങളുണ്ട്. ആ സൂറത്തിന്റെ പ്രാധാന്യം അറിയിക്കും. അതേപോലെ തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഇതിന്റെ ഓരോ പേരുകളും. അപ്പോൾ അതിൽപ്പെട്ടതാണ് അൽ ഖാരിഅ. അതിന്റെ പേരിൽ തന്നെ അതിന്റെ അർത്ഥവും ഭയാനകതയും അറിയിക്കുന്നുണ്ട്. മറ്റൊരു പേരാണ് അൽ ഹാഖ, അത്താമ്മ എന്നൊക്കെ പേരുകൾ കാണാം. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, മൽ ഖാരിഅ, എന്താണ് അൽ ഖാരിഅ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഖാരിഅ എന്നതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി, അതിന്റെ ഗൗരവം ചോദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, വമാ അദ്റാക, നിനക്ക് എന്തറിയാം? മൽ ഖാരിഅ, ഖാരിഅയെ കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം, അസ്സുആലു ലിത്തഫ്ഖീം, അത് അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം. ഖിയാമത്ത് നാളിന്റെ ഗൗരവത്തെ കുറിച്ച് ഉണർത്താനാണ് ഈ ഒരു ചോദ്യം. അങ്ങനെ ഖുർആനിൽ ഉടനീളം എടുത്തു നോക്കിയാൽ നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ കാണാം. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഇമാം ശഖീഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് അദ്വാഉൽ ബയാനിൽ ഉദ്ധരിച്ചൊരു ഉദ്ധരണി കാണാം. അദ്ദേഹം പറയുകയാണ്, ഇൻ കുല്ലു മാ ജാഅ വമാ അദ്റാക അന്നഹു യദ്രി വമാ ജാഅ വമാ യുദ്രിക ലാ യദ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മാ അദ്റാക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാം, അതിനെക്കുറിച്ച് അറിയുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഖുർആനിൽ തന്നെ വമാ യുദ്രീക എന്ന രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വമാ യുദ്രീക ലഅല്ല സഅത തകൂനു ഖരീബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. അതായത് ഖിയാമത്ത് നാളിനെ കുറിച്ച്, അതായത് എപ്പോഴാണ് സംഭവിക്കുക, ആ ഒരു ചോദ്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ല. അപ്പോൾ വമാ അദ്റാക എന്ന കാര്യം ഖുർആനിൽ വന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ അതിന്റെ ഗൗരവത്തെ ഉണർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായിരിക്കും. എന്നാൽ വമാ യുദ്രീക എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെന്താണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തതാണ് എന്ന് മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് ഇമാം ശഖീഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചതായി കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽ ഖാരിഅ, ഖാരിഅ മുട്ടിയലക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു കുലുക്കുന്ന ആ ഒരു കാര്യം, എന്താണ് ആ കാര്യം, ആ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ യകൂനു നാസു, അന്നേ ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ ജനങ്ങളായിത്തീരുന്നതാണ്. യകൂനു ആയിത്തീരും, കാന ആയി, യകൂനു എന്ന് പറഞ്ഞാൽ ആയിത്തീരും. ആര്? അന്നാസ്, ജനങ്ങളായിത്തീരും. എങ്ങനെ ആയിത്തീരും? കൽ ഫറാശിൽ മബ്സൂസ്, മബ്സൂസായ ഫറാശിനെ പോലെ ആയിത്തീരുന്ന ദിവസം. എന്താണ് ഫറാശ് എന്ന് പറഞ്ഞാൽ? ഫറാശ് എന്ന് പറഞ്ഞാൽ പാറ്റകളെ പോലെ, പാറ്റകളാണ് ഫറാശ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഫറാശത്ത് എന്ന് പറഞ്ഞാൽ പാറ്റ എന്ന് പറയും. അറബിയിൽ ഇത് ഫറാശ് എന്ന വാക്ക് വർഗനാമം എന്ന് പറയും. അതായത് അറബിയിൽ ഇപ്പോ തുഫാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തുഫാഹുൻ, ആപ്പിളുകൾ, കുറെ ആപ്പിൾസ്, അതായത് കുറെ ആപ്പിളാണ്. തുഫാഹത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളാണ്.
അതേപോലെയാണ് ഫറാശത്തുൻ എന്ന് പറഞ്ഞാൽ പാറ്റ എന്നാണ് അർത്ഥം വരിക. ഫറാഷ് എന്ന് പറഞ്ഞാൽ പാറ്റകൾ എന്നൊരു അർത്ഥമാണ് വരിക. താ കൊണ്ട് അത് ഒന്നും അതുപോലെ തന്നെ താ ഒഴിവാക്കിയാൽ അത് മൊത്തത്തിൽ അറിയിക്കുന്ന ഒരു അർത്ഥമായി വരും. അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അന്നേ ദിവസം ജനങ്ങൾ ഫറാഷ് പോലെ ആയിത്തീരും. എങ്ങനെയുള്ള ഫറാഷാണ്? അൽ മബ്സൂസ്, ചിന്നിച്ചിതറിയ പരത്തപ്പെട്ട വ്യത്യസ്ത രൂപത്തിലായി ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആയിത്തീരുന്ന ദിവസമാണ്. മബ്സൂസ് എന്ന് പറഞ്ഞാൽ ബസ്സ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ബസ്സ എന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് ലൈവിന് ബസ് എന്ന് പറയും. ബസ്സുൽ മുബാഷിർ എന്ന് പറയുന്ന കാണാം. അറബി അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ബസ്സുൽ മുബാഷിർ, ലൈവായ കാര്യം. അത് പരത്തുകയാണ്, അതായത് നാട്ടിലേക്ക് ആളുകളിലേക്ക് ആ ഒരു കാര്യം പരത്തുകയാണ്. അതാണ് ഈ വാക്കർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയെ പടക്കുക എന്നുള്ളതും വമാ ബസ്സ ഫീഹിമാ മിൻ ദാബ്ബ, ആകാശഭൂമികളിലുള്ള അവിടെ പരത്തപ്പെട്ട എല്ലാ മൃഗങ്ങളും, ഇതൊക്കെ അല്ലാഹുവിന്റെ ആയത്തിൽ പെട്ടതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ജനങ്ങളൊക്കെ ആയിത്തീരും, ഫറാശ് പോലെ ആയിത്തീരും, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ. ചില മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം, തീ കത്തിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്കറിയാം വെളിച്ചം വന്നാൽ ഈയാൻ പാറ്റകൾ വരും അല്ലെ, അതുപോലെ ജനങ്ങൾ ഏത് രൂപത്തിൽ പോകണം എന്നൊരു വെപ്രാളത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഫിൻതിശാരിഹിം വതഫറുഖിഹിം വദഹാബിഹിം വമജീഇഹിം മിൻ ഹയറതിഹിം മിമ്മാ ഹും ഫീ, വെപ്രാളം കാരണത്താൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കുകയാണ്. ആ ഒരു രൂപത്തിലായിരിക്കും ജനങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു അന്താളിപ്പിലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം ജനങ്ങളുടെ അവസ്ഥയായി പറയുകയാണ്. അപ്പോൾ ഖുർആനിലുടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ ജനങ്ങൾ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഈ രൂപത്തിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ആയത്തുകൾ നോക്കുകയാണെങ്കിൽ അല്ലാഹു പറയുകയാണ്, യൗമ യഖ്റുജൂന മിനൽ അജ്ജാസി കഅന്നഹും ജറാദും മുൻതശിർ, അത് വെട്ടുകിളികൾ, വിതറപ്പെട്ട വിശാലമായ വെട്ടുകിളികൾ പോകുന്നത് പോലെ ജനങ്ങളായിത്തീരും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായി കാണാം. അപ്പോൾ ആദ്യം ഈ ഫറാഷിനെ പോലെ പിന്നെ ഈ വെട്ടുകിളികളെ പോലെ ഇവരായിത്തീരും എന്ന മുഫസ്സിരീങ്ങൾ ജംഅ് ചെയ്തുകൊണ്ട് പറഞ്ഞതായി കാണാം. അപ്പോൾ ജനങ്ങളുടെ അങ്ങേയറ്റം അന്താളിപ്പിൽ ആളുകൾക്ക് എന്താണ് ഭൂമിയിൽ നടക്കുന്നത്, നമ്മൾ കഴിഞ്ഞ സൂറത്തുകളിൽ പഠിച്ചു, എന്താണ് ഭൂമി അവസ്ഥ ആകെ മാറുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊരവസ്ഥ എന്നത് മനസ്സിലാകാതെ ആളുകൾ ചിന്നിച്ചിതറിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഇതേതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ വാക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മസലി വമസലുക്കും, എന്റെയും നിങ്ങളുടെയും ഉപമ ഏതുപോലെയാണ്, കമസലി റജുലിൻ ഔഖദ നാറ, ഒരാൾ തീ കത്തിക്കുകയും ഫജഅൽ ജനാദിബു വൽ ഫറാഷ് യഖഅന ഫീഹ, അങ്ങനെ പ്രാണികളും പാറ്റകളൊക്കെ ആ തീയിൽ വന്ന് വീഴുകയാണ്. വഹുവ യദുബ്ബുൻ, അങ്ങനെ ഈ പാറ്റകളൊക്കെ ഒരാൾ എന്ത് ചെയ്യാണ്, അതിനെ തടയുകയാണ്, അതിൽ വീഴുന്നതിൽ നിന്ന് തടയുകയാണ്. പ്രകാരമാണ് ഞാൻ വഅന ആഖിബുൻ ബിഹജ്ജികും അനിൻ നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തീയിൽ വീഴുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ പിടിച്ചു വെക്കുന്നു. വഅൻതും തുഫല്ലിസൂന മിൻ യദൈ, നിങ്ങളാണെങ്കിലോ എന്റെ കയ്യിൽ നിന്ന് എന്റെ കൈ വിട്ട് നിങ്ങൾ അതിലേക്ക് വീഴുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീയിൽ വീഴുന്ന ഈയാം പാറ്റകളെ പിടിച്ചു വെക്കുന്ന ഒരാളെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം ഇതൊരു ഉദാഹരണം പറയുകയാണ്. അപ്രകാരമായിരിക്കും ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാരുടെ അവസ്ഥ ഉണ്ടാവുക. വെപ്രാളത്തിൽ ആളുകൾക്ക് ഏത് രൂപത്തിൽ നടക്കണം, എന്താണ് സംഭവിക്കുന്നത്, ഈ ദിവസം എന്താണ്, ദുനിയാവൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊരു രൂപത്തിൽ ആളുകൾ എന്ത് ചെയ്യാണ്, ഈ രൂപത്തിൽ മാറിത്തിരുന്ന ഭയാനകരമായ ദിവസമാണ് അൽ ഖാരിയ. ഖിയാമത്ത് നാളിന്റെ മറ്റൊരു പേരാണ് ആ ദിവസമാണ് അൽ ഖാരിയ. എന്നാൽ അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ ആയിത്തീരുന്നു, കൽഇഹ്നിൽ മൻഫൂഷ്. ഇഹ്ൻ എന്ന് പറഞ്ഞാൽ സൂഫ്, അതായത് പഞ്ഞികളെ പോലെ. മൻഫൂഷ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതക്കപ്പെട്ട, അതായത് വ്യത്യസ്ത ചിന്നിച്ചിതറിയ, ആ രൂപത്തിൽ തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുന്നുണ്ട്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഒരാള് ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിലുണ്ട്, ഇദ്നഫശത് ഫീഹി ഗനമുൽ ഖൗം, അവിടെ ഉണ്ടായ ഗനം, ആട്ടിൻപറ്റം എന്തെയാണ് ആ ഒരു സ്ഥലത്ത് വന്നിട്ട് കൃഷിയിടമൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ആ രൂപത്തിൽ പർവ്വതങ്ങൾ ആയിത്തീരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ നമ്മൾ ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് വ്യത്യസ്ത ആയത്തുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യന്മാരുടെ വ്യത്യാസം, മാറ്റങ്ങൾ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ ഏതൊക്കെ രൂപത്തിലാകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.
ചില ആയത്തുകൾ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ, ഭൂമിയും പർവ്വതങ്ങളും പ്രകമ്പനം കൊള്ളുകയും വകാനത്തിൽ ജിബാലു കസീബൻ മഹീല, അങ്ങനെ പർവ്വതങ്ങൾ ഏതുപോലെ ആയിത്തീരും, ഒലിച്ചു പോകുന്ന മണൽ കൂമ്പ് പോലെ ആയിത്തീരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റു ചില ആയത്തുകൾ ഈ രൂപത്തിൽ എന്താണ്, അതായത് ചവിട്ടി മെതിക്കപ്പെട്ട ആ ഒരു അവസ്ഥയിൽ പന്നികളെ പോലെ. മറ്റു ചില ആയത്തുകളിൽ മേഘം ചലിക്കുന്ന രൂപത്തിൽ, അതായത് മേഘം പോലെ അത്രയും വേഗത്തിൽ ചലിക്കുന്ന ഒരു അവസ്ഥയിൽ വതമുറു മർറ സഹാബ്, ആ ഒരു അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ അവസ്ഥ എന്തായിരിക്കും, ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങളൊക്കെ മണൽ കൂമ്പാരം പോലെയാകും, പിന്നീട് അതൊന്നിനും പറ്റാത്ത പോലെ ധൂളികളെ പോലെ പാറുന്നൊരവസ്ഥയും, പിന്നീട് അത് അത്രയും ആ ഒരു വേഗത്തിൽ ചലിക്കുന്ന മേഘം പോലെ ആയിത്തീരുന്നതാണ് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. ഇതൊക്കെ അൽ-ഇമാം ശംഖീതി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അദ്വാഉൽ ബയാൻ എന്ന കിതാബിൽ പറഞ്ഞതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്തൂസ്. അങ്ങനെ ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, പാറ്റകളെ പോലെ, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ. അതുപോലെ തന്നെ വതകൂനുൽ ജിബാലു, പർവ്വതങ്ങൾ കൽ ഇഹ്നിൽ മൻഫൂഷ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ആ ഖിയാമത്ത് നാളിൽ ആരുടെ മീസാനാണോ കരം തൂങ്ങുന്നത്, ആരാണോ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് മുന്നേറി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്ത് മുന്നേറിയ ആളുകൾ, അവർക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്, സഖുലത് മവാസീനു, ആരുടെ മീസാനാണോ കനം തൂങ്ങിയത്. ഇവിടെ മീസാൻ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല മവാസീൻ എന്നാണ് പറഞ്ഞത്. മീസാൻ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല മവാസീൻ എന്നാണ് പറഞ്ഞത്. എന്താണ് മവാസീൻ എന്ന് പറഞ്ഞാൽ? മീസാനുകൾ, അതിന്റെ ജംആണ്, ബഹുവചനം. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ മവാസീൻ എന്നുകൊണ്ട് പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ്? മീസാനുകൾ പല രൂപത്തിലുണ്ട്. ഒന്ന് മനുഷ്യനെ അളക്കുന്ന മീസാൻ, അതുപോലെ തന്നെ കർമ്മങ്ങളെ അളക്കും. മീസാനിൽ കർമ്മങ്ങളെ അളക്കും, അതുപോലെ തന്നെ മനുഷ്യനെയും അളക്കും, അതുപോലെ തന്നെ ഏടുകളെയും അളക്കുന്നതാണ്. മീസാനിൽ വെക്കപ്പെടുന്നത് അമലുകളുമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യന്മാരെയും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ അമലുകൾ എഴുതപ്പെട്ട ഏടുകളും വെക്കും. അതിനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അൽ ലിസാൻ സഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ഇല റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അൽ അസീം. ഈ രണ്ട് വാക്കുകൾ അള്ളാഹുവിന്റെ മീസാനിൽ അങ്ങേറ്റം കനം തൂങ്ങിയതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ മനസ്സിലാകും, അമലുകൾ തൂക്കും. അതെ, ചെറിയ വാക്കുകളാണ്, നാവിൽ അങ്ങേറ്റം എളുപ്പമായ വാക്കുകൾ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാൻ അങ്ങേറ്റം കനം തൂക്കുന്ന അവസ്ഥയിൽ ആക്കുന്നതാണ് എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാകും. അപ്പോൾ മീസാനിലെ അമലുകൾ തൂക്കും. എന്നാൽ മനുഷ്യനെ തൂക്കും എന്നതിനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു ലയഅതി റജുൽ അസീം സമീനു യൗമൽ ഖിയാമ, ഒരു തടിച്ച മനുഷ്യൻ വരും. ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, ആ തടിച്ച മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും വില ഉണ്ടാവില്ല, അത്ര പോലും വിലയില്ലാത്ത അവസ്ഥയിലാണ്. അതാണ് അല്ലാഹു പറയുന്നത് ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന, ആ കൂട്ടം ആളുകൾക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ ഒരു ഭാരവും കൊടുക്കുന്നതല്ല എന്ന് മീസാനിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ മനുഷ്യനെയും അതുപോലെ തന്നെ അമലിനെയും തൂക്കുന്നതാണ് മീസാനിൽ. മറ്റൊരു കാര്യമാണ് ഏടുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ തൂക്കും. അതിനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂദഉ സിജില്ലാതു ഫീ കിഫത്തിൻ വൽ ബിതാഖത്തു ഫീ കിഫത്തിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബിതാഖത്തിന്റെ ഹദീസ് എന്ന് പറഞ്ഞ അറിയപ്പെട്ട ഹദീസാണ്. എന്താണ് ബിതാഖത്ത്? ഒരാള് കുറെ പാപങ്ങൾ ചെയ്ത ഒരാള് ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കൽ വരും. അങ്ങനെ അദ്ദേഹത്തിന് ഒരു നന്മയുണ്ട്. ആ നന്മ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നന്മ ഒരു ബിതാഖത്ത് എന്ന് പറഞ്ഞ കാർഡ്, ആ കാർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും മീസാനിൽ വെക്കുകയും ആ ബിതാഖത്തിന്, ആ കാർഡിന് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാർഡിന് അതിനങ്ങേറ്റം ഘനം തൂങ്ങുന്ന ആ ഒരു സാഹചര്യം. ഇതെന്തിനുള്ള തെളിവാണ്? ഫലാ യസ്ഖലു മഅ ഇസ്മില്ലാഹി ഷൈഅ, അല്ലാഹുവിന്റെ ആ ഇസ്മ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് ഘനം തൂങ്ങുന്ന അവസ്ഥ. ഇതെന്തിനുള്ള തെളിവാണ്? ഏടുകളെയും
ഏടുകളെയും മനുഷ്യന്മാരെയും അമലുകളെയും ഒക്കെ തൂക്കുമെന്നുള്ള തെളിവാണ് ഈ പറയപ്പെട്ട തെളിവുകൾ. അപ്പോൾ ഖിയാമത്ത് നാളിൽ ഒരാളുടെ മീസാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾ മുന്നേറി, അങ്ങനെയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താണ്? ഫഹുവ ഫീ ഈശത്തി റാദിയ, അവൻ അങ്ങേയറ്റം തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. കാരണം പരലോകത്ത് വെക്കപ്പെട്ടാൽ ഒരാൾ ഒരു കർമ്മം ചെയ്താൽ അതൊന്നും തന്നെ പാഴായി പോകുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൂദിഅൽ കിതാബ് വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ, കിതാബ് വെക്കപ്പെടും. അങ്ങനെ കുറ്റവാളികളൊക്കെ വരികയാണ്, ഇതൊക്കെ കാണുകയാണ്. അവർക്ക് കുറ്റവാളികൾക്ക് പേടിയാകുകയാണ്. വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ യാ വൈലതനാ മാ ലി ഹാദൽ കിതാബ്, എന്റെ നാശമേ, എന്താണ് ഈ കിതാബിലുള്ളത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഈ കിതാബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ യാതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാൾ ഒരു കർമ്മം ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഒരാളുടെ മീസാനിൽ ഖനം തൂങ്ങിയാൽ അല്ലാഹു പറയുകയാണ് ഫഹുവ ഫീ ഈശത്തിൻ. ഈശ് എന്ന് പറഞ്ഞാൽ, ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം. ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ എന്ന് പറഞ്ഞാൽ ജീവിച്ചു. നമുക്കറിയാം മഈശത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മഈശത്തിന് വേണ്ടി, നമ്മൾ ജീവിക്കാൻ വേണ്ടി അല്ലെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് മഈശത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഈശത്ത്. ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, തൃപ്തിപ്പെട്ട ജീവിതമായിരിക്കും. ഇവിടെ റാദിയ എന്ന് പറഞ്ഞാൽ അവൻ തൃപ്തി അവൻക്കുണ്ട്, അതുപോലെ തന്നെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിൽ അവർക്ക് അങ്ങേയറ്റം തൃപ്തിയാണ്. ദുനിയാവിൽ നമ്മൾ ചിന്തിച്ചാൽ മതി, ദുനിയാവിൽ ഏതൊരു പണക്കാരനാകട്ടെ, ദുനിയാവിൽ കുറെ നിഅമത്ത് ലഭിച്ച ആളുകൾക്ക് അവരോട് ചോദിച്ചാൽ ജീവിതം തൃപ്തികരമാണോ എന്ന് ചോദിക്കപ്പെട്ടാലും അവർക്കുണ്ടാകുന്ന പ്രയാസം പറയാൻ തുടങ്ങും. അവരെന്ത് ചെയ്യും? അവർക്ക് സാമ്പത്തികമായും ആരോഗ്യപരമായും ഉള്ള പ്രയാസങ്ങളും നഷ്ടങ്ങളൊക്കെ അങ്ങനെ പറയും. പക്ഷെ എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈ ഒരു അവസ്ഥയായിരിക്കില്ല. മറിച്ച് ദുനിയാവിൽ എന്താണ്? ദുനിയാവിൽ അങ്ങേയറ്റം പ്രയാസങ്ങൾ, എത്ര സമ്പന്നരാണെങ്കിലും പ്രയാസങ്ങൾ അങ്ങേയറ്റം ഉണ്ടാകും. ദുനിയാവ് മാറി മറിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് മാറി മറിയുന്ന ദിവസങ്ങളാണ്. അതേ ദിവസങ്ങൾ ഇന്ന് പ്രയാസത്തിലാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ നീക്കിത്തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന് നല്ലൊരു അവസ്ഥയിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ പരീക്ഷിക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് പ്രയാസകാര ഘട്ടത്തിൽ, പ്രയാസമായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഫല്യുക്സിരി ദുആ ഇൻദ റഖാ, അവൻക്ക് അവന്റെ സമൃദ്ധികരമായ ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ അവൻ എന്ത് ചെയ്യട്ടെ? അവന്റെ പ്രാർത്ഥന അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. ഒരാൾ എപ്പോഴും പ്രാർത്ഥന വർദ്ധിപ്പിച്ചു കൊള്ളുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവന്റെ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസഘട്ടത്തിലും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചില ആളുകൾ അവർക്ക് പ്രയാസം വന്നാൽ മാത്രം അള്ളാഹുലേക്ക് കൈ ഉയർത്തുന്ന സാഹചര്യം, അങ്ങനെയല്ല. സത്യവിശ്വാസി എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രയാസഘട്ടത്തിലും പ്രയാസമില്ലാത്ത സാഹചര്യത്തിലുമൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിലേക്ക് ചേർത്തപ്പെട്ട ഒരു വരികളാണ്. അദ്ദേഹം പറയുകയാണ്, തമൂതുൽ ഉസൂദു ഫിൽ ഗാബാതി ജൂആ വലഹ്മു ദ്ദഅനി തർമീഹിൽ കിലാബ്, സിംഹങ്ങൾ, ആ സിംഹങ്ങളൊക്കെ വിശപ്പ് കൊണ്ട് മരിക്കുകയാണ്. വലഹ്മു ദ്ദഅനി തർമീഹിൽ കിലാബ്, എന്നാൽ ഈ ആടുകളുടെയൊക്കെ മാൻപേടയുടെയൊക്കെ അവരുടെ ഇറച്ചി അതെന്താണ്? അത് പട്ടികൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വദൂ ജഹ്ലിൻ യനാമു അലാ ഹുഫൂറിൻ, അങ്ങനെ വിഡ്ഢികളായ ആളുകൾ പട്ടുമെത്തയിൽ കിടക്കുകയും, വദൂ ഇൽമിൻ മശാഖതുൻ യുതാബു, അങ്ങനെ ഇൽമുള്ള ആളുകൾ കിടക്കുന്നത് മണ്ണിലുമാണ്. അതായത് എപ്പോഴും ഒരേ അവസ്ഥയിലായിരിക്കില്ല എന്ന് പറയാണ്. വലഈശു ലാ യബ്ഖാ അലാ ഹാലിഹി, ജീവിതം ഒരിക്കലും ഒരവസ്ഥയിൽ ഉണ്ടാവുകയില്ല. ഹുസ്നുൻ യമുറു വസുറൂറുൻ യുസാബു, സന്തോഷവും സങ്കടങ്ങളും അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി മറിയുന്ന അവസ്ഥയായിരിക്കും ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എന്നാൽ പരലോകം അങ്ങനെയല്ല. ഒരാൾ തൃപ്തികരമായ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരെ കുറിച്ച് പറയുകയാണ്, ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാ ഹും മിൻഹാ ബിമുഖ്റജീൻ വനബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർക്കൊരു പ്രയാസവും, ലാ യമസ്സുഹും ഫീഹാ നസബുൻ, അവിടെ ഒരു പ്രയാസവും ഇല്ല. സ്വർഗ്ഗക്കാരോട് പറയപ്പെടും,
ഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് ശാശ്വതമായി കൊണ്ട് നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാം എന്ന് അവരോട് പറയപ്പെടും. നമ്മുടെ മുൻഗാമികൾ അവരോട് ചില ആളുകളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്ക് എപ്പോഴാണ് സന്തോഷം, എപ്പോഴാണ് താങ്കളുടെ കുളിർമ ഉണ്ടാവുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയാണ്, ഈ ഒരു വാചകം എന്നോട് പറയപ്പെട്ടാലല്ലാതെ എനിക്ക് സമാധാനം ഉണ്ടാവുകയില്ല. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറയപ്പെടുന്നതുവരെ എനിക്ക് പ്രയാസമാണ്. സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രയാസം, ഒരു അള്ളാഹുവിനോട് എപ്പോഴും ഖേദിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടാകണം. അവന്റെ മനസ്സിൽ പേടി ഉണ്ടാകണം, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ. അള്ളാഹു സുബ്ഹാനഹു അവന്റെ ജീവിതം എപ്പോഴും അവൻ തിരിഞ്ഞു നോക്കണം. പാപങ്ങളിലും ഹറാമുകളിലുമാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ ചിന്തിച്ചു നോക്കണം, ഈ രൂപത്തിലാണെങ്കിൽ ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിക്കപ്പെട്ട ശഖിയായ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണോ പെടുക എന്ന വിഷയം ചിന്തിച്ചു നോക്കണം. അതുകൊണ്ടാണ് ചില സലഫുകൾപ്പെട്ട ചില ആളുകൾ പറഞ്ഞത്, മാ അബ്കൽ ഉയൂന മാ അബ്കാഹൽ കിതാബ് സാബിഖ്, കണ്ണുകളെ കരയിപ്പിച്ചിട്ടില്ല മുൻകഴിഞ്ഞ കിതാബ് കരയിപ്പിച്ച പോലെ വേറൊരു കാര്യവും കണ്ണുകളെ കരയിപ്പിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട് സലഫുകൾ. എന്താണ് അതിന്റെ ഉദ്ദേശം? അതായത് അവൻ ശഖിയാണോ സഈദാണോ, 4 മാസത്തിൽ അവൻ ഉമ്മയുടെ വയറ്റിലായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് അവൻ സ്വർഗക്കാരനാണോ നരകക്കാരനാണോ. ഈ ഒരു സാഹചര്യത്തിൽ എന്റെ അവസ്ഥ ശഖി ദൗർഭാഗ്യവാനാണെന്നോ എന്റെ അവസ്ഥ സൗഭാഗ്യവാനാണോ എന്ന് ഏതാണ് എഴുതപ്പെട്ടത് എന്ന വിഷയം എനിക്കറിയില്ല. അങ്ങനെ സൗഭാഗ്യവാനായി എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ തന്നെ ജീവിക്കേണ്ടതുണ്ട്. പാപങ്ങൾ പെട്ടുപോകുമ്പോൾ ധൃതിപ്പെട്ടുകൊണ്ട് തൗബയിലേക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസു തഖൂ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ജനങ്ങളെ നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. മുഫസ്സിരീങ്ങൾ പറയുകയാണ്, എന്താണ് മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം? നിങ്ങൾ ജീവിക്കണം ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ, അള്ളാഹുവിനെ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകണം. ഇതാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭയം ഉണ്ടാകണം, ഞാൻ സ്വർഗത്തിലേക്കല്ലേ, എന്റെ ഈ ഒരു രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാത്ത ദിവസങ്ങളാണ്, ഈ രൂപത്തിലാണ് എന്റെ ജീവിതമെങ്കിൽ എന്റെ സങ്കേതം എങ്ങോട്ടാണ്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന വിഷയം നമുക്കറിയാം. നമ്മുടെ സഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തൊക്കെ അങ്ങേറ്റം പേടിച്ചിരുന്നു അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിക്കുകയാണ്, താങ്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിഖീങ്ങളുടെ പേര് അറിയിച്ചിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഉമർ ഉണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2ാമത്തെ ഖലീഫ പോയിട്ട് ചോദിക്കുക. അപ്പോൾ ഈ സഹാബത്തിന് പോലും അങ്ങേയറ്റം ഖൽബിൽ നിഫാഖ് വരുമോ എന്ന വിഷയത്തിൽ പേടിയുണ്ടെങ്കിൽ, അവർ സ്വർഗ്ഗക്കാരാവില്ലേ എന്ന വിഷയത്തിൽ പേടിയുണ്ടെങ്കിൽ, നമ്മളെപ്പോലത്തെ സാധുക്കൾ എങ്ങനെ പേടിക്കേണ്ടതുണ്ട് എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിച്ചു നോക്കുക. എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, എപ്പോഴും ദിക്റുകൾ, ആരും കാണാത്ത സാഹചര്യത്തിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഈ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഅമ്മാ മൻ സഖുലത് മവാസീനു, ആരുടെ മീസാനിലാണോ കനം തൂങ്ങുന്നത്, ഫഹുവ ഫീ ഈശത്തിൻ റാദിയ, അവൻ ഏത് രൂപത്തിലായിരിക്കും ജീവിക്കുക? തൃപ്തികരമായ ജീവിതമായിരിക്കും. ഇനി പറയുകയാണ് വഅമ്മാ മൻ ഖഫ്ഫത്, ഇവിടെ സഖുല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വാക്ക്? സഖുലത്, ഭാരമേറി, ഖനം തൂങ്ങി. ഇതേ ഒരു വെയിറ്റ് ആയ കാര്യം എന്താ പറയാ? സഖീൽ എന്ന് പറയും. സഖീൽ അങ്ങേയറ്റം വെയിറ്റ് ആണെന്ന് പറയും. അതേപോലെ വെയിറ്റ്ലെസ് ആണെങ്കിലോ ഖഫീഫ് എന്ന് പറയാം. അതാണ് അർത്ഥത്തിൽ വഅമ്മാ മൻ ഖഫ്ഫത്. അപ്പൊ സഖീൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ളത്. നമ്മളൊരു കാര്യം എടുത്ത് പറയും, ഇത് സഖീലാണ്, ഇത് ഖഫീഫാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫഅമ്മാ മൻ സഖുലത് മവാസീനു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. ഇത് പറയാണ് വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടെ മീസാനാണോ ഖനം കുറഞ്ഞത്, ഭാരം കുറഞ്ഞത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയായിരിക്കും. അല്ലാഹു ചോദിക്കുകയാണ് അടുത്ത ആയത്തിൽ, വമാ അദ്റാക മാ ഹിയ, അതെന്താണെന്ന് താങ്കൾക്ക് അറിയുമോ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാം. നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകമാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ നോക്ക്, വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, മീസാനിൽ ഖനം കുറഞ്ഞ ആളുകൾ, ഫഉമ്മുഹു ഹാവിയ, അവരുടെ ഹാവിയ എന്നാണ് ഉപയോഗിച്ചത്. ഇവിടെ എന്താണ് എന്ന പദം ഉപയോഗിച്ച് മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തായി കാണാം. അത് ഏതുപോലെയായിരിക്കും? ഫതകൂൻ ലഹു ബിമൻസിലത്തിൽ ഉമ്മാന്റെ സാഹചര്യത്തിലായിരിക്കും. കുട്ടികൾ ഒരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, വല്ല പ്രയാസം ഉണ്ടായ നേരം എന്ത് ചെയ്യും?
ഉമ്മാന്റെ അടുക്കിലേക്ക് പോകും. അതുപോലെ ആയിരിക്കും നരകം അവനുണ്ടാകുക. നരകം അവന് ശാശ്വതമായിരിക്കും. അങ്ങേയറ്റം ഭയാനകരമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ മീസാനിൽ ഖനം കുറഞ്ഞാൽ അവൻ നരകത്തിലേക്കായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫഉമ്മുഹു ഹാവിയ. മറ്റു ചില പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ഫഉമ്മു റഅസിഹി ഹാവിയത്തുൻ ഇലന്നാർ. അവന്റെ റഅസ് എന്ന് പറഞ്ഞാൽ ഈ തലയുടെ മൂർധാവിനാണ് പറയാ. അവന്റെ തലയുടെ മുൻഭാഗം മുഖം കുത്തി അവൻ എന്ത് ചെയ്യും? നരകത്തിലേക്ക് വീഴും എന്ന് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ടാണ് ഇവിടെ ഹാവിയത്ത് അതിന് തെൻവീൻ വന്നത്. ഭാഷാപരമായ ചില ചർച്ചകളുണ്ട്. ഫഉമ്മുഹു ഹാവിയ, അവൻ ഹാവിയ ആയിരിക്കും അവന്റെ സംഗീതം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് വമാ അദ്റാക മാ ഹിയ, എന്താണ് ഈ ഹാവിയ, എന്താണെന്ന് അറിയുമോ? മാ ഹിയ, അതെന്താണെന്ന് താങ്കൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. നാറുൻ ഹാമിയ, അത് കത്തിജ്വലിക്കുന്ന നരകമാണ്. നമുക്കറിയാം നരകത്തിലെ തീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നാറുകും ഹാദിഹി അല്ലദി യുഖദ് ഇബ്നു ആദം ജുസ്ഉം മിൻ 70 ജുസ്ഉം മിൻ നാരി ജഹന്നം. ദുനിയാവിൽ മനുഷ്യന്മാർ കത്തിക്കുന്ന ആ തീ എന്ന് പറഞ്ഞാൽ നരകത്തിലെ തീയിന്റെ 70% മാത്രമേ ഉള്ളൂ. 70 ഭാഗം മാത്രം, അത്രമാത്രമുള്ള തീയാണ് നമ്മൾ മുഴുവനും കത്തിക്കുന്ന ഈ തീ. അപ്പോൾ നരകത്തിന്റെ തീയുടെ ഭയാനകത എത്രമാത്രമാണ് എന്നൊരു കാര്യം ചിന്തിക്കുക. അതുപോലെ തന്നെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ നമ്മൾ കേട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അഹ്വല അഹ്ലിൻ നാരി അദാബ് മൻ ലഹു നഅലാൻ വശറാകാൻ മിൻ നാരിൻ യഗ്ല മിൻഹുമാ ദിമാഉഹു കമാ യഗ്ൽ മിർജൽ. ഒരു നരകക്കാരുടെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു 2 ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് ധരിച്ചാൽ അവന്റെ തലച്ചോറ് തിളച്ചു മറിയുന്ന സാഹചര്യമാണ്. അപ്പോൾ നരകത്തിന്റെ ഭയാനകത അത്ര അതിഗംഭീരമാണ് എന്നൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ പോകുന്ന കൂട്ടം ആളുകളെ കുറിച്ച് പറഞ്ഞു ഇന്ന അഹദകും ലാ യതകല്ലമു ബിൽ കലിമ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളൊരു വാക്ക് പറയും ലാ യറാ ബിഹാ ബഅസ, അവനത് പറഞ്ഞതിൽ പ്രശ്നമായി അവനക്ക് തോന്നിയിട്ടുണ്ടാവില്ല. യഹ്വി ബിഹി, ആ ഒരു വാക്ക് കാരണത്താൽ യഹ്വി ബിഹി ഫിന്നാരി 70 ഖരീഫ, 70 വർഷക്കാലത്തോളം നരകത്തിന്റെ ആണ്ടുപോകുന്ന ഒരു സാഹചര്യം അവനുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, നമ്മുടെ ഓരോ ഹറക്കാത്തും സക്കനാത്തും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ചിലപ്പോ നമ്മൾ സംസാരിക്കുന്നുണ്ടാവില്ല, എവിടെയും നോക്കുന്നുണ്ടാവില്ല, കണ്ണു പൂട്ടിയിട്ടായിരിക്കും. പക്ഷെ നമ്മളെ കൽബിൽ വന്ന ഉജ്ബ്, റിയാ, നിഫാഖ്, ഈ രോഗങ്ങൾ കാരണത്താലായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ചെറുതും വലുതുമായ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് മാത്രമല്ല കൽബിൽ വരുന്ന കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക അന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകളിൽ നിന്നും അറിയാതെ ചെയ്തു പോകുന്ന ശിർക്കിൽ നിന്നും അല്ലാഹു എനിക്ക് പുറത്തു നൽകണമേ. നമ്മൾ പല ആളുകളും തൗബ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ലാഹിറായ നമ്മുടെ നോട്ടങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോയ നോട്ടങ്ങളും അതുപോലെ കേൾവികളും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാം. പക്ഷേ കൽബിൽ വന്നുപോയ ഞാനൊരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നുപോയ മാരകമായ രോഗങ്ങൾ, കൽബിനെ ബാധിച്ച രോഗങ്ങൾ, ഈ രോഗങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിക്കൂടാ. സത്യവിശ്വാസി എന്ത് ചെയ്യണം? എപ്പോഴും അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. അവന്റെ കൽബിൽ വരുന്ന അവന്റെ തോന്നലുകൾ പോലും അവനത് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ കൽബിൽ വരുന്ന ചെറിയ തോന്നലുകൾ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ആക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന സത്യരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നരകത്തെ കുറിച്ച് വന്ന മറ്റൊരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലൗ അന്ന ഖത്രതൻ മിന അസ്സഖൂമി ഖുതിറത് ഫിൽ അർദ്. നരകത്തിലെ സഖൂം, ആ സഖൂമിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും ഭൂമിയിൽ വന്ന് വീണാൽ ലഅഫ്സദത് അലാ അഹ്ലി ദുനിയ വ മആശിഹാ. ആ നരകത്തിലെ ആ ഒരു കാര്യം ഭൂമിയിൽ വന്ന് വീണാൽ അത് ദുനിയാവിലും അതുപോലെ തന്നെ ദുനിയാവിലെ ആളുകളുടെ ജീവിതമൊക്കെ നശിപ്പിക്കാവുന്ന അത്രയും ഭയാനകരമായ കാര്യമായിരിക്കും നരകത്തിലെ ഒരു ചെറിയ കാര്യം പോലും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നരകത്തിൽ എന്താണ് കാഫിരീങ്ങളുടെ അവസ്ഥ? ഇന്നല്ലദീന കഫറൂ ബി ആയാതിനാ സൗഫ നുസ്ലീഹിം നാറ. കാഫിരീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കും. കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ. അവിടെ തൊലികൾ മാറും, അത് കത്തിയെരിഞ്ഞ് വീണ്ടും
പുതിയ തൊലി വരുന്നതാണ്. അപ്പോൾ ഇതാണ് സൂറത്തു അൽ ഖാരിഅ, ഖിയാമത്ത് നാളിനെ കുറിച്ചും ആ ഖിയാമത്ത് നാളിൽ ലഭിക്കുന്ന ഓരോ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗവും സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന നരകത്തെക്കുറിച്ചുമാണ് സൂറത്തു അൽ ഖാരിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ സൂറത്തുകൾ എന്താണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടും തൗഹീദിന്റെ വിഷയവും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ചെറിയ സൂറത്തുകൾ. ഇനി സൂറത്തു തകാസുർ ആണ്. ഇത് എടുത്ത് തീരും തോന്നില്ല. നമുക്കതൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞെടുത്ത ഭാഗങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ബാക്കിയുള്ള സമയത്ത് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ പുതിയത് കുറെ പഠിച്ചു പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് പഠിച്ച എന്താണ് നല്ല രൂപത്തിൽ ദബ്ത് ചെയ്താൽ കൂടുതൽ ഉപകാരം ഉണ്ടാവും. ചിലപ്പോൾ ചില വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, മുറാജ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൂറത്തു ദുഹ മുതൽ ജസ്റ്റ് ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് പോവാം. കാരണം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ ആയത്തുകളാണ്. അത് കുറച്ചും കൂടിയും ഉറപ്പിക്കാൻ ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കാം. ചോദിക്കട്ടെ, സൂറത്തു ദുഹയില് തുടങ്ങിയാണ് വദ്ദുഹ. ദുഹ തന്നെയാണ് സത്യം. എന്താണ് ദുഹ എന്ന് പറഞ്ഞാൽ? ഏത് സമയമാണ്? അതെ, ഇഷ്റാഖിന്റെ 6 സമയമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യം ചെയ്യാണ്. വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, സജ എന്ന് പറഞ്ഞാൽ ശാന്തമായ സെക്കൻഡ്. അതായത് നമ്മളിവിടെ പറഞ്ഞു ദുഹ എന്ന് ഖുർആനിൽ വന്നത് വൈകുന്നേരത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാകാ? ഇല്ല അശിയത്തൻ ഔ ദുഹാഹ. വൈകുന്നേരത്തിന്റെ സാഹചര്യത്തിൽ ദുഹ എന്ന് പറഞ്ഞാൽ അവിടെ രാവിലെയും വൈകുന്നേരമാണ് അവിടെ പറയുക. പക്ഷെ ഇവിടെ ദുഹ പറഞ്ഞു, പിന്നെ അതിനുശേഷം രാത്രിയാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് മനസ്സിലാകാൻ ഇവിടെ ദുഹാന്റെ ഉദ്ദേശം പകലാണ്. പകൽ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി ഇദാ സകൻ, ശാന്തമായാൽ. എന്നിട്ട് നമ്മൾ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു ഒരു കാര്യം സത്യം ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കും. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് സത്യം ചെയ്യുന്നത് അതാണ് അടുത്ത ആയത്തുകൾ പറയുന്നത്. മുഖ്സം ബിഹി മുഖ്സം അലൈഹി. നമ്മളിപ്പോ ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്യണം, അള്ളാഹുവാണ് സത്യം, ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, അതാണ് പറയുന്നത്. ഇത് ഈ സൂറത്തിന്റെ സബബുൻ നുസൂൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. സബബുൻ നുസൂൽ ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറയാണ്, മാ അറാ ശൈത്താനുക ഖദ് ഖറബക മുൻദു യൗമിൻ ഔ സലാസ, 2 ദിവസമായി നിങ്ങളെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ലല്ലോ എന്ന് ഉമ്മു ജമീൽ വന്ന് പറയാണ്, അബൂലഹബിന്റെ ഭാര്യ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 ദിവസമായിട്ട് വഹി വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേറ്റം പ്രയാസമായി. ആ ഒരു പ്രയാസത്തിൽ നിന്ന് സമാധാനിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അല്ലാഹു പറഞ്ഞത്? വദ്ദുഹാ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ടില്ല. വമാ ഖല, ഖല എന്ന് പറഞ്ഞാൽ വമാ അബ്ഗദക, നിന്നോട് ദേഷ്യം പിടിച്ചിട്ടും ഇല്ല. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ എടുത്തു പറയാം. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, എന്നാൽ ആഖിറത്താണ് ദുനിയാവിനേക്കാളും നല്ലതെന്നും മറ്റു ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു. നുബുവത്തിന്റെ അവസാന കാലമായിരിക്കും നുബുവത്തിന്റെ ആദ്യ കാലത്തേക്കാളും നല്ലതെന്നും. കാരണം നമ്മൾക്കറിയാം ഇത് മക്കയിൽ അവതരിക്കുന്ന ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റ പ്രയാസം ഉണ്ടാകുന്ന സമയത്തുള്ള ആയത്തുകളാണ്. അപ്പോൾ ഇതിനേക്കാളും ഇതിനുശേഷം ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല തുറവി നൽകും എന്നൊരു സൂചനയാണ് ഈ ആയത്തിലൂടെ. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ, റബ്ബ് സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകും. വലസൗഫ യുഅതീക നൽകും റബ്ബുക നിന്റെ റബ്ബ്, ഫതർദ അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടുകയും ചെയ്യും. എന്താണ് നൽകുക? റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ലോകത്താണെങ്കിൽ ദുനിയാവിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഫുതുഹാത്ത്, ഫത്ഹ് മക്കയൊക്കെ നൽകും. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ശഫാഅത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ആദരവായ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉദ്ദേശം. ഇനി അങ്ങോട്ടുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ്. അലം യജിദ്ക, നബിയെ താങ്കൾ ആയിരുന്നില്ലേ, താങ്കളെ കണ്ടെത്തിയില്ലേ? ഏതവസ്ഥയിൽ? യതീമായ അവസ്ഥയിൽ. ഫആവ, താങ്കൾക്ക് അഭയം നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടു. ചെറുപ്പത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു. പിന്നീട് അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. പിന്നീട് അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നു. അങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയില്ലേ. അപ്പൊ ചെറുപ്പം മുതലേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ മക്കയിലെ ഭരണാധികാരിയാണ്. അതിനുശേഷം അബൂ താലിബ് ആണെങ്കിൽ മക്കയിൽ എല്ലാവരും ആദരിക്കുന്ന ആളാണ്.
അപ്പൊ അങ്ങേറ്റം ഈ ഒരു സാഹചര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി സംരക്ഷിക്കാൻ ആള് ഏർപ്പെടുത്തില്ല റബ്ബ് സുബ്ഹാനഹു വ തആല. വവജദക ضالൻ, നബിയെ ضالായിട്ട് കണ്ടെത്തി. എന്താണ് ضال എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പറഞ്ഞത്? ضال നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ضال എന്ന് പറഞ്ഞാൽ വഴി പേച്ച ആളെന്നൊക്കെ പറയും. തെറ്റാണ്. വഴി തെറ്റിയ ആൾ, വഴി എന്താണ് അറിയില്ല, കിതാബും സുന്നത്തും നേരായ മാർഗം ഏതാണെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ഹിദായത്ത് നൽകുകയും ചെയ്തില്ല. വവജദക ആയിലൻ, ആയിലായിട്ട് കണ്ടില്ല. എന്താ ആയിൽ എന്ന് പറഞ്ഞാൽ? ദരിദ്രൻ. ഫഖീറൻ, അതെ, ഫഖീറായിട്ട് കണ്ടില്ല. ഫഅഗ്ന, എന്നിട്ട് ഗിന നൽകി. എന്നിട്ട് ഗിന നൽകി. ഗിന എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന കത്റത്തുൽ മാലി വൽ ഇറദ്, കുറെ സമ്പത്ത് ഉണ്ടാകുന്നല്ല ഗിന, വലാകിനൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിനുണ്ടാകുന്ന സമ്പത്ത് തൃപ്തിയാണ് ഗിന എന്ന് പറഞ്ഞാൽ. ഫഅമ്മൽ യതീമ, അതുകൊണ്ട് തന്നെ താങ്കൾ എന്ത് ചെയ്യരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്ർ ചെയ്യാൻ വേണ്ടി പറയാണ്. ഫഅമ്മൽ യതീം, യതീമിനോട് ഫലാ തഖഹർ, മോശമായി പെരുമാറരുത്. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ വ്യാപിച്ചൊരു കാര്യമായിരുന്നു യതീമിനോട് മോശമായി പെരുമാറുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയാണ് യതീമിനോട് മോശമായി പെരുമാറരുത്. വമസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളുകളുടെ ദീനാകട്ടെ മറിച്ച് ദുനിയാവാകട്ടെ എന്ത് ചോദിച്ചു വരുന്ന ആളുകളോടും ഫലാ തൻഹർ, കയർത്ത് പെരുമാറരുത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഫിരീങ്ങൾക്ക് പോലും അങ്ങേറ്റം സദഖ നൽകി. എത്രത്തോളം എന്നാൽ മക്കയിലെ സൂഖിൽ, അങ്ങാടിയിൽ ആളുകൾ വിളിച്ചു പറയാണ് എന്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും നോക്കാതെയാണ് സദഖ നൽകുന്നത്, അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചോ എന്ന് കാഫിറായ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ജവാദായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളായി. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, റബ്ബ് സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയ അനുഗ്രഹത്തെ അത് എടുത്തു പറയുക. അതെങ്ങനെയാണ്? ശുക്ർ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് അനുഗ്രഹങ്ങൾ എടുത്തു പറയുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അതെടുത്ത് ആളുകളോടൊക്കെ പറയാൻ വേണ്ടിയല്ല. ഉദാഹരണം, നമ്മൾ കച്ചവടം ചെയ്യാൻ തുടങ്ങുന്ന ആളാണെങ്കിൽ ഇതൊക്കെ തുടങ്ങുന്നുണ്ട് എന്നൊക്കെ രൂപത്തിൽ ആളുകളോട് പറയാനല്ല. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജ് ബിൽ കിത്മാൻ ഫഇന്ന ലികുല്ലി നിഅമത്തിൻ മഹ്സൂദു, ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അതെന്ത് ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ നല്ല ആളുകളോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും, നമ്മളോട് ഏറ്റവും നല്ല ഇഷ്ടമുണ്ട്, അങ്ങനെയുള്ള ആളുകളോട് മാത്രം പറയുക. കാരണം എന്താണ്? അനുഗ്രഹങ്ങൾക്ക് ഹസദ് ഉണ്ടാവും, അസൂയ ഉണ്ടാകും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. മറിച്ച് എന്താണ്? ഇത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ, നമുക്ക് വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുക, ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന സാഹചര്യം നമുക്ക് ഉണ്ടാകണം. നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് ദുഹായും സൂറത്ത് ശർഫും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. സൂറത്ത് ദുഹ എന്നുള്ളത് അത് പുറമേ ഉള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണെങ്കിൽ അത് മാനസികമായിട്ട് നൽകിയ അനുഗ്രഹം സൂറത്ത് ശർഹിലുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, അലം നശ്റഹ് ലക സദ്റക, നബിയെ താങ്കൾക്ക് ഹൃദയ വിശാലത നൽകിയില്ലേ. എന്താണ് ഹൃദയ വിശാലത? അത് രണ്ട് രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പുറമേ ഉള്ളത് ശഖ്ഖു സദർ, ഹൃദയം പിളർത്തി അവസാനം അത് ഹൃദയത്തിലുള്ള മോശമായ കാര്യങ്ങൾ നീക്കി, അങ്ങനെ രണ്ട് സാഹചര്യം മിഅറാജിന്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ചെറിയ കുട്ടിയായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ഹൃദയ വിശാലത നൽകിയിട്ടുണ്ട്. വവദഅന അൻക വിസ്റക, നബിയുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അല്ലേ? സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞതുപോലെ ലിയഗ്ഫിർ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞത് വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്താക്കിയിട്ടുണ്ട്. അല്ലദീ അൻഖദ ദഹറക, ആ പാപങ്ങളാകട്ടെ അത് മുതുകിനെ ഭാരമേറ്റിയതാണ്. കാരണം നമുക്കറിയാം പാപങ്ങൾ എന്നുള്ളത് എപ്പോഴും പ്രയാസമാണ്, ഞെരുക്കമാണ്. ആ പാപങ്ങൾ ഇല്ലാതാകുക എന്നുള്ളത് മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടുക എന്നുള്ളത്, അതാണ് ഒരാൾക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഒരാൾക്ക് നൽകിയാൽ അവന് ഖൈറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ നിഅമത്താണ്. അല്ലാഹുവിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്യണം, പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അവൻ ഇസ്തിഗ്ഫാർ ചെയ്ത് നടക്കുകയാണ്. ഇങ്ങനെയാണ് ഒരാളുടെ സാഹചര്യമെങ്കിൽ അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം എടുത്തു പറയാം. അല്ലദീ അൻഖദ ദഹറക, അവൻ അതായത് താങ്കളുടെ മുതുകിനെ ഭാരമേറ്റിയതായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാഫാക്കി തന്നില്ലേ. വറഫഅനാ ലക ദിക്റക, താങ്കളുടെ ദിക്ർ ഉയർത്തി തന്നില്ലേ. ദിക്ർ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദിക്ർ ഉയർത്താൻ, താങ്കളുടെ കീർത്തി അത് വാഴ്ത്തി തന്നു. ഏതൊക്കെ രൂപത്തിലാണ്? നമുക്കറിയാം ഷഹാദത്ത് പ്രധാനമായും പറഞ്ഞ് നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതെ, ഒരാൾ ഇസ്ലാമിലേക്ക് സ്വീകരിക്കണമെങ്കിൽ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ഒരു രണ്ട് ഷഹാദത്ത് വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിന് കൂടെ, അത് നരുക്കത്തിന് കൂടെ എളുപ്പം അതിന് കൂടെ ഉണ്ടാകുന്നതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, അവിടെ നമ്മൾ പറഞ്ഞ് എന്താണ് അൽ ഉസ്ര എന്ന് പറഞ്ഞത്, ഒരു പ്രയാസം എന്ന് പറഞ്ഞത്. യുസ്ര എന്ന് പറഞ്ഞാൽ ധാരാളം എന്നൊരു അർത്ഥം കിട്ടും. അപ്പോൾ ഏതൊരു പ്രയാസവും അതിന്റെ കൂടെ എന്തുണ്ടാവും? ധാരാളം തുറവികൾ ഉണ്ടാവും. എന്നിട്ട് പറയാണ് ഫഇദാ ഫറഗ്ത, താങ്കൾ ഒരു കർമ്മത്തിൽ നിന്ന്
ചെയ്ത് കഴിഞ്ഞാൽ ഫൻസബ് ഇലാ അമലിൻ ആഖർ, മറ്റൊരു കർമ്മത്തിലേക്ക് മുന്നേറുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് എല്ലാ പ്രതീക്ഷയും അർപ്പിക്കുക. നമ്മള് കുറെ തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു വാക്ക് അറിയാത്തുണ്ടെങ്കിൽ അത് എഴുതി വെക്കാനാ, മൊബൈൽ ഫോണിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ അതിന്റെ തഫ്സീർ അർത്ഥം വായിച്ചു വെക്കുക. ഈ ചെറിയ സൂറത്തിൽ ഒരു വാക്ക് പോലും അർത്ഥം അറിയാതെ നമ്മൾ പോകരുത്, ഒരു വാക്ക് പോലും അർത്ഥം അറിയാതെ നമ്മൾ പോകരുത്. ഇനി അടുത്തതാണ് സൂറത്തു തീൻ. സൂറത്തു അത്തീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദി അൽ അമീൻ. നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കാര്യം കൊണ്ട് സത്യം ചെയ്യാണ്. തീൻ സൈത്തൂനും തൂർ സീനീൻ വഹാദൽ ബലദിൽ അമീൻ. മൂന്ന് സ്ഥലങ്ങളാണ്. തീനും സൈത്തൂനും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഷാമിലാണ്, സിറിയയിലുള്ള സ്ഥലമാണ്. അത് ഏത് നബിയുടെ നുബുവത്തിന്റെ കേന്ദ്രമാണ്? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കേന്ദ്രമാണ്. തൂർ സീനീൻ, തൂർ സീന എന്ന പർവ്വതം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കേന്ദ്രമാണ്. വഹാദൽ ബലദി അൽ അമീൻ, ഈ നിർഭയത്വമുള്ള ഈ നാട് അതേതാണ്? മക്കത്തുൽ മുകറമ. അത് ആരുടെ നുബുവത്തിന്റെ കേന്ദ്രമാണ്? അത് മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നുബുവത്തിന്റെ കേന്ദ്രമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കാര്യം കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യന്മാരെ ഏറ്റവും നല്ല സാഹചര്യത്തിലാണ് നാം പടച്ചത്. എന്നിട്ട് ثم رددناه أسفل سافلين, മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളൊക്കെ, അത് അല്ലാഹു മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും കൊടുക്കാത്ത അനുഗ്രഹങ്ങളാണ് മനുഷ്യന്മാർക്ക് നൽകിയത്. എന്നിട്ടാണെങ്കിലോ ثم رددناه أسفل سافلين, അതിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലേക്ക് മനുഷ്യന്മാരാക്കി തീർത്തു. ഇത് നമ്മൾ തഫ്സീറുകൾ പറഞ്ഞ് കാഫിരിങ്ങളായ ആളുകൾ നരകത്തിലേക്കും, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഘടനയിൽപ്പെട്ടതാണ് എന്ത്, അവർ വാർദ്ധക്യം വന്നതിനാൽ അവർ പ്രയാസമായി പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ തഫ്സീറുകൾ മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം. ഇനി ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ ഒഴികെ, ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളും ഒഴികെ, ഫലഹും അജ്റുൻ, അവർക്ക് പ്രതിഫലമുണ്ട്, ഗൈറു മംനൂൻ. ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ ഗൈറു മഖ്തൂ, അത് മുറിക്കപ്പെടാത്ത എപ്പോഴും സ്ഥിരമായുള്ള പ്രതിഫലമാണ്. അപ്പോൾ ഈ ആയത്തിൽ മനസ്സിലാകും മുൻകഴിഞ്ഞ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സുമ്മ റദ്ദനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞാൽ അതായത് സത്യനിഷേധികളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത് ഈമാനുള്ള ആളുകളാണ്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ ഇത്രയും വലിയ നിഅമത്തുകളൊക്കെ നൽകിയതിനു ശേഷം ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, ഇതൊക്കെ നൽകിയതിനു ശേഷം ഈ ദീനിനെ നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബാണ് എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ആയത്തുകളിലും ഹിസാബാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കയ്യിസ് മൻ ദാന നഫ്സ, ബുദ്ധിയുള്ളവൻ ആരാണ്? മൻ ദാന നഫ്സ, അവന്റെ നഫ്സിനെ ഹിസാബ് ചെയ്യുക. അപ്പോൾ വഅമിൽ ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബ്. അപ്പോൾ ഈ ബഅദു ബിദ്ദീൻ, ഹിസാബിനെ ഖിയാമത്ത് നാളിനെ നിഷേധിക്കാൻ താങ്കളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? നിങ്ങളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അലൈഹിസ്സല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അല്ലാഹു അങ്ങേയറ്റം യുക്തിവാനല്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാം. ഇവിടെ ദീൻ എന്നതിന് ഹിസാബാണെന്ന് വേറൊരു സ്ഥലത്തോട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. മാലികി യൗമി അദ്ദീൻ, യൗമുദ്ദീന്റെ ഉടമസ്ഥൻ. എന്താ അർത്ഥം? യൗമി അൽ ഹിസാബ്, യൗമി അൽ ഹിസാബ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുൽ ഹഖ്, ഖിയാമത്ത് നാളിൽ അവർക്ക് അവരുടെ ദീനഹുൽ ഹഖ് നിറവേറ്റി കൊടുക്കുന്നതാണ്. അതായത് ഹിസാബഹുൽ ഹഖ്, ശരിയായ ഹിസാബാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ ദീൻ എന്ന പദത്തിന് ഹിസാബ് എന്ന അർത്ഥമുണ്ട്. ഇനി സൂറത്തുൽ അലഖാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ആദ്യത്തെ 5 ആയത്തുകളിൽ ആദ്യമായി ഇറങ്ങിയ ആയത്തുകളാണ്. ഹിറാ ഗുഹയിൽ നമ്മൾ ഹദീസ് വായിച്ചിട്ടുണ്ട്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാത്തിനെയും പടച്ചവനായ അല്ലാഹുവിന്റെ നാമത്തിൽ പാരായണം ചെയ്യുക. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, പേന കൊണ്ട് പഠിപ്പിച്ച, ഒന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച, മനുഷ്യന്മാരെ പഠിപ്പിച്ച ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന് പറയാണ്. കല്ല, അങ്ങനെയല്ല. ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യന്മാർ അതിരുകവിയുകയാണ്. അൻ, എങ്ങനെയാണ് അവന്റെ സാഹചര്യം എന്താണ്? അൻ റആഹു, അവൻ സ്വന്തത്തെ കാണുകയാണ്. ഇസ്തഗ്ന, അവൻ സ്വന്തത്തെ അവൻ ധന്യനായി കാണുകയാണ്. അത് എനിക്ക് വേറൊന്നിനും ആവശ്യമില്ല, ഞാൻ പ്രാപ്തനായി എന്ന രൂപത്തിൽ അവൻ സ്വന്തത്തെ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് താക്കീത് നൽകിയാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ, തീർച്ചയായും നിന്റെ മടക്കം നിന്റെ അല്ലാഹുവിലേക്കാണ്. അറഅയ്തല്ലദീ യൻഹാ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിന്റെ വിഷയം പറയാണ്. ഇനി അങ്ങോട്ട് അബൂജഹലിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല, ഒരടിമ നമസ്കരിക്കുമ്പോൾ, മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിക്കുമ്പോൾ ആ അടിമയെ വിലക്കുന്ന
ഒരാളെ കാണുന്നില്ലേ, അബൂജഹലിനെ കാണുന്നില്ലേ എന്ന് പറയാണ്. അറൈത ഇൻ കാന അൽ ഹുദ, ഈ പറഞ്ഞു തരുക എന്താണ്, ഈ ഇദ്ദേഹം ഈ നിസ്കരിക്കുന്ന ആൾ സന്മാർഗത്തിലും അമറ ബിത്തഖ്വ, തഖ്വ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് വിലക്കാൻ സാധിക്കുക? അങ്ങനെ അതിങ്ങനെ ബുദ്ധിപരമായിട്ട് എങ്ങനെയാണ് ഇത്ര നല്ല ആളെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ മോശമായി ചെയ്യുക? അതുകൊണ്ടല്ല നമ്മൾ കേട്ടിട്ടുണ്ട്, ബനു ഇസ്രായേൽ വെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ ഈമാൻ മറച്ചു വെച്ച ഒരാൾ പറയാണ്, ഖാല റജുൽ മുഅ്മിനു മിൻ ആലി ഫിർഔൻ യക്തുമു ഈമാന അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയാണ് എന്ന് ഫിർഔനോട് ആര് പറയാണ്? ഈമാനുള്ള ഒരാൾ, ഫിർഔന്റെ സദസ്സിൽ ഒരാൾ പറയുകയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരാളെ, അതായത് ഈ ഒരു രൂപത്തിലുള്ള ആളുകളെ വിലക്കുക എന്നത് എങ്ങനെയാണ് സാധിക്കുക ബുദ്ധിപരമായിട്ട്? ശരിയല്ല. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, ഇനി വിലക്കുന്ന ആളുടെ വിശേഷണം പറയാണ്, കദ്ദബ വതവല്ല, നിഷേധിക്കുകയും തിരിഞ്ഞുകളയുകയും ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ഗൗരവമേറിയ താക്കീത് കൊടുക്കുകയാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹു ഇതെല്ലാം കാണുന്നുണ്ട് എന്നൊരു ഓർമ്മയില്ലേ? ഇത് ഖുർആനിൽ ഏറ്റവും വലിയ ജാജിർ, ഖുർആനിൽ ഏറ്റവും വലിയ താക്കീതാണ് എന്ത്? ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. ഏത് രൂപത്തിൽ നടക്കുന്ന ഒരാളോട് പോയിട്ട് പറയാം, ഏത് രൂപത്തിൽ നടന്നോ പക്ഷെ അല്ലാഹു കാണുന്നുണ്ട്, നാളെ പരലോകമുണ്ട് എന്നൊരു ബോധം എനിക്ക് വേണം എന്ന രൂപത്തിൽ പറയാൻ പറ്റും. കാരണം അത്രയും വലിയ താക്കീതാണ്, ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. വദന്നു അല്ലാ മൽജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അതെ നമ്മൾ കേട്ടിട്ടില്ലേ, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൽ പോകാതെ ഒരു 3 സഹാബത്ത് മാറി നിന്നിരുന്നു. ആ സഹാബത്തിന്റെ വിഷയത്തിൽ അവർ മനസ്സിലാക്കി എന്ന് പറഞ്ഞ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ മനസ്സിലാക്കി അല്ലാ മൽജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിലേക്കല്ലാതെ വേറെ മടക്കയില്ല. അത് എവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലും അല്ലാഹുവിന് മുമ്പിൽ ഞാൻ പെടും. അതുകൊണ്ടാണ് കഅബ് ഇബ്നു മാലിക്കും അതുപോലെയുള്ള സഹാബത്തും ഒക്കെ സത്യം പറഞ്ഞു. ആ ഒരു ചരിത്രം വായിക്കേണ്ട ഒരു ചരിത്രമാണ്. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പോകാതെ ഉണ്ടായ 3 സഹാബത്തിന്റെ ആ ചരിത്രം സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമെന്നുള്ള ബോധം. കല്ല എന്നിട്ട് പറയാണ്, കല്ല ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, ഈ അബൂജഹൽ ഇതിൽ നിന്ന് ഇത് നിർത്തിയില്ലെങ്കിൽ ലനസ്ഫഅൻ ബിന്നാസിയ, നാസിയത്തെ നമ്മൾ പിടിക്കുക തന്നെ ചെയ്യും. നാസിയത്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുമ്പിലുള്ള മുഖദ്ദമ ഷഅർ, മുമ്പിലുള്ള മുടി, നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, കള്ളത്തരത്തിന്റെ തെറ്റിന്റെ ആ നാസിയത്താണിത്. അതായത് കള്ളത്തരം, കാദിബത്തിൻ ഫിൽ ഖൗൽ ഖാതിയത്തു ഫി അൽ ഫിഅൽ, അതായത് തെറ്റായ സംസാരത്തിന്റെ അതുപോലെ തന്നെ തെറ്റായ കള്ളത്തരത്തിന്റെയും തെറ്റായ കാര്യം ചെയ്യുന്ന ആ ഒരു നാസിയത്തെ അവനെ പിടികൂടുക തന്നെ ചെയ്യും. ഫല്യദുഉ നാദിയ എന്ന് പറയാണ്. ഇതിന്റെ സബബുൻ നുസൂൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ അബൂജഹൽ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയപ്പോൾ കുറച്ച് ശക്തമായ രൂപത്തിൽ അബൂജഹലിനെ വിലക്കി ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂജഹൽ പറയാണ്, ഇന്നി അക്സറു ഹാദൽ വാദി നാദിയ, എനിക്ക് ഇവിടെ കുറെ ആളുകളുണ്ട്, ഞാൻ ഒന്ന് വിളിച്ചാല് മുഹമ്മദിന്റെ കാര്യം തീരും എന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫല്യദുഉ നാദിയ, അവനവന്റെ കൂട്ടുകാരെ വിളിച്ചുകൊള്ളട്ടെ. സനദുഉ സബാനിയ, ഞാൻ സബാനിയത്തിനെ വിളിക്കും. അതായത് മലായികത്തുൽ അദാബാണ്, ശിക്ഷയുടെ മലക്കുകളാണ്. ആ മലക്കുകൾ വിളിക്കുന്നതാണ്. പക്ഷെ അബൂജഹൽ അവിടെ വിളിച്ചിട്ടില്ല. അവിടെ ഹദീസിൽ കാണാം, ഇവിടെ അബൂജഹൽ എങ്ങാനും വിളിച്ചിരുന്നെങ്കിൽ ആ മലക്കുകൾ അബൂജഹലിനെ എടുത്ത് കൊണ്ടുപോകുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് പറയാം. കല്ല, അങ്ങനെയല്ല. കാര്യം ലാ തുതിഅഹു, ആരെ അനുസരിക്കേണ്ടതില്ല? അബൂജഹലിനെ അനുസരിക്കേണ്ടതില്ല. സുജൂദ് ചെയ്യുക, വസ്ജുദ് വഖ്തരിബ്, നീ അല്ലാഹുവിലേക്ക് സുജൂദ് ചെയ്ത് മുന്നേറുക. ഇതാണ് സൂറത്ത് അൽ അലഖ്. ബാക്കിയുള്ള സൂറത്തുകളും ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ ഓതി നോക്കുക, ഓരോ വാക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നോക്കുക, അതിലേക്ക് മടങ്ങുക. ഇങ്ങനെയാണ് നമ്മൾ തഫ്സീർ പഠിക്കുക. ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് ഈ ചെറിയ സൂറത്തുകളുടെ തഫ്സീറെങ്കിലും നമ്മൾ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്തുകളാണ്. വഹാദ വല്ലാഹു തആല അഅല വഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്. ചൊവ്വാഴ്ച ഞാനായിരിക്കും അധികം ക്ലാസ്. ബാക്കി നമുക്ക്